കില്ലാടികളെ നമ്മുടെ അർജുനന്റെ ന്യൂസ് കില്ലാടല്ലേ ഏകദേശം 8 ദിവസമായി ഏകദേശം തെരച്ചിൽ തുടങ്ങിയിട്ട് 8 ദിവസമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആകെ നമ്മൾ 7 ദിവസം എന്തോ കരയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടല്ലേ, JCB വെച്ചിട്ടും ഹിറ്റാച്ചി വെച്ചിട്ടും മാന്തിയൊക്കെ നോക്കി. പക്ഷെ ലോറി പോയിട്ട് ഒന്നും കാണാനില്ല അവിടെ. ഇപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോഴ്സിൽ ആ ഉരുതി വന്ന ആ ഒരു മലയുടെ പൊട്ടി ഉരുതി വന്ന ഒരു ഫോഴ്സിൽ ചിലപ്പോൾ പുഴയിലേക്ക് തെറിച്ച് വരാൻ സാധ്യതയുണ്ട് പറഞ്ഞിട്ട് പുഴ ഇപ്പോൾ 2 ദിവസമായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചോദിച്ചാൽ പുഴയിൽ നിന്ന് കാണാൻ പറ്റുമെന്നൊന്നും അവർ വിശ്വസിക്കുന്നില്ല അവിടെ. ആ സമയത്ത് തന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടിച്ചിൽ വന്നില്ല, മണ്ണിടിച്ചിൽ വന്ന സമയത്ത് തന്നെ ഇപ്പുറത്തെ ഈ ഓപ്പോസിറ്റ് സൈഡ്, ഈ പുഴന്റെ 2 ഓപ്പോസിറ്റ് സൈഡിലുള്ള വീടുകൾ അടിച്ച് പൊളിഞ്ഞിട്ടില്ല. അടിച്ചു പൊളിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തി ഒന്നുമില്ല, ഈ ചുമരില്ല, ഒന്നുമില്ല, തറ മാത്രമേ ഉള്ളൂ. അടിച്ച് പൊളിഞ്ഞിട്ടുണ്ട്. കുറെ ആൾക്കാർ മരിക്കാനും കാരണം അതാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മലയിടിഞ്ഞ് വന്നാലൊന്നും അങ്ങനെ എത്ര പെട്ടെന്ന് ആവില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ പുഴ അത്ര വലുതാണ് കിട്ടുന്നത്, അത്ര വലുത് പറഞ്ഞാൽ അത്ര വലുതാണ് ആ പുഴ. ഇപ്പൊ ഒരു വലിയൊരു മല വന്ന് അതിനുള്ളിൽ വീണാൽ കൂടി വെള്ളം അങ്ങനെ തെറിക്കാൻ ചാൻസ് ഇല്ല, ജസ്റ്റ് ഒരു ഓളം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതെന്താ വെച്ചാൽ അതിനുള്ള അത്ര വീതിയുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ മണ്ണ് കൂടി കിടക്കുന്നുണ്ട്. അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടില്ല. അവിടെ ആദ്യമൊക്കെ കുറെ പേര് പറഞ്ഞു ആ ഒരു ടാങ്കർ ലോറി 3 വന്നാൽ ടാങ്കർ ലോറി അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി, അത് വന്നതിൽ ബ്ലാസ്റ്റ് സംഭവിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ബ്ലാസ്റ്റ് നടന്നിട്ടില്ല. അവിടെ അതിന്റെ വീഡിയോ ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്തായാലും ഇത്രയും കാലം അവരൊന്ന് സത്യമില്ലാട്ടല്ലോ. എന്തായാലും മുക്കത്തെ തൊഴിലാളികൾക്ക്, മുക്കത്തെ ആ രക്ഷാപ്രവർത്തകർക്ക് വന്നിട്ട് അവർ പറയുന്നുണ്ട് ഇവരെന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്, നമ്മളെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ നോക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കേട്ടത് ഇങ്ങനെ ഞാൻ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവർ പറയുന്നു അവർ നാടൻ രീതി ട്രൈ ചെയ്ത് നോക്കാന്നാണ് പറയുന്നത്. നമുക്കത്തെ രക്ഷാപ്രവർത്തകർ വന്നിട്ട് നാടൻ രീതി ട്രൈ ചെയ്ത് നോക്കാന്നാണ് പറയുന്നത്. എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ പുഴയിലിടയിലിടല ഇപ്പൊ ഇവരുടെ ഒരു ബോട്ട് ഉണ്ട്, ഇവർ ആ ബോട്ടിൽ ഒരു കമ്പി ഉണ്ട്. കമ്പി പറഞ്ഞാൽ അടിയിൽ ഒരു ഇരുമ്പിന്റെ ഒരു സാധനം ഇല്ല, അത് ഏകദേശം ആഴത്തിൽ ഇവർ ഇറക്കിയിട്ട് ഓടിച്ചു നോക്കും. ഓടിച്ചു നോക്കിയ സമയത്ത് തട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് അറിയാൻ പറ്റുമല്ലോ, ജസ്റ്റ് ഇങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അത് ഒന്നാമത്തെ കേസിൽ കണ്ടില്ല. പിന്നെ പോരാതെ നമ്മൾ വേറെ 2-3 രക്ഷാപ്രവർത്തകരൊന്നും അവിടെ ഇറക്കാൻ സമ്മതിക്കണേ ഇല്ല. എന്താ വെച്ചാൽ അവർ പറയുന്നത് ഇവർ കേൾക്കണില്ല. മനസ്സിലായില്ല? അവിടുത്തെ അവരാൾക്കാർ അവർ പറയുന്നത് ഇതെല്ലാം സംഭവം പുഴയിലാണെങ്കിൽ തെറിച്ചു വരാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫസ്റ്റ് ആദ്യം തൊട്ട് പറയുന്നുണ്ട്. പക്ഷെ അവരാരും കേൾക്കാൻ പോലും സാധ്യതയില്ല. എന്താ വെച്ചാൽ അവിടെ ഈ സംഭവം വന്നത് ഈ ടാങ്കർ പൊട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എന്താ വെച്ചാൽ ഈ വെള്ളത്തിൽ വന്ന ശേഷം ടാങ്കർ പൊട്ടിയിരിക്കുകയാണ്. അതാണ് ഈ വെള്ളം ഇത്രയും ഒരു തെങ്ങിന് പൊക്കോളം വന്നിട്ട് ഈ വീട് മൊത്തം പോയിരിക്കുക. ആൾക്കാരൊക്കെ ഏകദേശം കുറച്ചൊക്കെ മരിച്ചില്ല. പുറത്ത് അപ്പുറം ചുറ്റുമുള്ളൊക്കെ തെങ്ങൊക്കെ പാതി വെച്ച് പോയിരിക്കുക. മനസ്സിലല്ലേ? എന്ന് വെച്ചാൽ ആ ഒരു ബ്ലാസ്റ്റ് ആ ഒരു പൊട്ടിത്തെറി നടക്കാതെ ഇങ്ങനെ സംഭവിക്കില്ല. എന്ന് വെച്ചാൽ വെള്ളം പെട്ടെന്ന് ഒരു ഫോഴ്സിൽ ഉയരുകയാണ്. മനസ്സിലായി? ഇപ്പോൾ പുഴനുള്ളിൽ നമ്മളിപ്പോൾ ഒരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടില്ല, തോട്ടയൊക്കെ എടുത്ത് വെള്ളത്തിൽ കയറിയാൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് അടി പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം അവിടെ നമ്മൾ കല്ലെടുത്ത് എറിയാൻ വെച്ച് നല്ല ഫോഴ്സിൽ വെള്ളം തെറിക്കും. മനസ്സിലായി? അതാണ് അവിടെ നടന്നിരിക്കില്ലാട്ടുള്ളത്. എന്നുവെച്ചാൽ അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. അവിടുത്തെ അതോ നാട്ടുകാരുടെ കിട്ടിയതാണ്, അങ്ങനെ ലീക്കല്ലേ ഇട്ടത് അവിടുത്തെ നാട്ടുകാരുടെ കിട്ടിയതാണ്. ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാം. എന്നിട്ട് നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് ആളാണ് ഇല്ലാട്ടത് ആദ്യമായിട്ട് വീഡിയോ ഇട്ടത്. എന്ന് വെച്ചാൽ ആളുടെ ചാനലിൽ. എന്നിട്ട് ആള് കുറെ ന്യൂസുകാർക്കും ഫോർവേഡ് ചെയ്ത് പറഞ്ഞു. അവർ പക്ഷേ അപ്ലോഡ് ചെയ്തില്ല. ഇന്നലെ രാത്രിയാണ് അവർ അപ്ലോഡ് ചെയ്തത്. അതിന് മുമ്പ് നമ്മുടെ സായി കൃഷ്ണൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ സീക്രട്ട് ഏജന്റിനെ കുറെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്, നമ്മളും ചില വീഡിയോസ് ഒക്കെ ട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ആള് സൂപ്പറാണ് കേട്ടത്. യഥാർത്ഥ സീക്രട്ട് ഏജന്റ് ആൾ തന്നെയാണ്. ആൾക്ക് കിട്ടിയില്ലല്ലോ. ആൾക്ക് ഫസ്റ്റ് തന്നെ വീഡിയോ കിട്ടി. ആളിന്റെ ഒരു സംശയം കാരണം ആൾ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ആളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ആൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ രഹസ്യ ഏജന്റ് തന്നെയാണ്. ആൾ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ടല്ലോ. ഹെൻസ് ഓഫ് യു സായി കൃഷ്ണ. എന്തായാലും അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ആ വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്യട്ടെ. എന്താ വെച്ചാൽ അവർ കുറച്ചുപേർ ഓടുന്നില്ല, പുഴയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. മനസ്സിലല്ലേ? എന്താ വെച്ചാൽ ഈ വീഡിയോ ആ പുഴയുടെ ഇപ്പുറ സൈഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എന്തോ ഒരു പറയുന്നുണ്ട് ഗാഡി വണ്ടി വരുന്നുണ്ട് പുഴയിലൂടെ നിന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ചുകൂടെ ഓടി കഴിഞ്ഞതും പിന്നെ ആൾ ഇരിക്കണില്ല. ഇരിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു വെളിച്ചം പോലും ഒരു ബുമ്മ ശബ്ദം കേൾക്കാൻ പറ്റും. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കണില്ല. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിത്തെറിയുണ്ടാവണം. നിങ്ങൾ കേട്ടോ നമുക്ക് മനസ്സിലാവും. ಅದೇ ಗಾಡಿನ ಬಂತು. ಹೋಗ
കണ്ടില്ലടല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ആളെ ഇരിക്കുകയാണ്, മനസ്സിലല്ലേ? ഇപ്പൊ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഫോഴ്സ്ഫുൾ എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അത് ബ്ലാസ്റ്റ് തന്നെയാണ് ഇല്ലാട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, മനസ്സിലായി? 99% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ബ്ലാസ്റ്റ് തന്നെയാണ്. എന്നിട്ട് ആളെ ഇരിക്കുന്ന സമയത്ത് ഒരു പൊട്ടിത്തെറി കൊണ്ട് ചെറിയൊരു ലൈറ്റ് പോലെ സംഭവം നടക്കുന്നുണ്ട്. അതിനുശേഷം ആൾക്കാർ കരയുന്നുണ്ട് ഇല്ലാട്ടല്ലേ. ഈ ബ്ലാസ്റ്റ് നടക്കാണ്ട് ഒരിക്കലും ഇത്ര ഉയരത്തിൽ വെള്ളം പൊങ്ങുമില്ല, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. അപ്പൊ അത് തന്നെ ആദ്യം അവർ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സംവിധാനം അവർ സെർച്ച് ചെയ്യണമായിരുന്നു ഇല്ലാട്ടല്ലേ. എന്നാൽ ഇന്ന് 9ാം ദിവസമായി, എന്തെങ്കിലും കണ്ടു കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളക്കാരെ ഒന്നാകെ, കേരളക്കാരെ മാത്രമല്ല ഇല്ലാട്ടല്ലേ, കേരളക്കാരാണെങ്കിൽ മുന്നോട്ട് നിൽക്കും, മനസ്സിലായില്ല? ഒരു മലയാളി അവിടെ ഉണ്ട് എന്നൊരു ഇതില് ആൾക്കാർ മുന്നോട്ട് നിന്നുകൊണ്ടേ ഇരിക്കുകയാണ്, മനസ്സിലായില്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ആ സംഭവം എന്തോ മറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സീക്രട്ട് എന്തായാലും പറഞ്ഞു അവരെന്തോ മറക്കുന്നുണ്ടെന്ന്. അതിന് കാരണം എന്താ ചോദിച്ചാൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ സൈഡ് പ്രൊട്ടക്ഷൻ വാൾ കെട്ടിയില്ല, മനസ്സിലായില്ല? ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഈ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിൽ ഏരിയയിലൊക്കെ റോഡിന് സൈഡ് പ്രൊട്ടക്ഷൻ വാൾ കിട്ടും. എന്താ വെച്ചാൽ ഈ മണ്ണ് ഇടിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്ര ഇല്ല, ഇല്ലാതെ ചെറുതായിട്ട് ഇടിഞ്ഞ് വരാതിരിക്കാൻ കൂടിയിട്ട് ചെറിയ പ്രൊട്ടക്ഷൻ വാൾ കിട്ടും. അതൊന്നും അവിടെ കെട്ടിയിട്ടില്ല. പിന്നെ അവിടെ എന്തൊക്കെയോ സംഭവം പ്രശ്നങ്ങൾ ഇട്ടില്ല, അതാണ് അവരെന്തൊക്കെ മറക്കുന്നത് വേണ്ട പറയുന്നത്. ഇനിയിപ്പോൾ അവിടുത്തെ എന്താ സംഭവം എന്നല്ല, അവിടുത്തെ ഇനിയിപ്പോൾ അധികാരികളാണോ, ഇനിയിപ്പോൾ അവിടുത്തെ നാട്ടുകാരാണോ, ഇനിയിപ്പോൾ അവിടുത്തെ എന്താ സംഭവം എന്നറിയില്ല, എന്തോ അവർ മറക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടുന്ന് പോയി കേരളത്തിൽ നിന്ന് പോയി എല്ലാവരും പറയുന്നുണ്ട്, അവിടെ ന്യൂസ് എടുക്കുന്ന അവരും പറയുന്നുണ്ട് എന്തോ ഇവർ മറക്കുന്നുണ്ട് എന്നിട്ട്. അതെന്താണെന്ന് അറിയില്ല ഇവരുടെ, നോക്കാം എന്തായാലും. പിന്നെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഈ കുട്ടികളടക്കം പറയുന്നുണ്ട്, ഈ നമ്മുടെ ഈ രക്ഷാപ്രവർത്തകർ 2-3 പേര് പറയുന്നുണ്ട്, ഞങ്ങൾ കുട്ടികളോട് ചോദിച്ചു പറഞ്ഞത് അവിടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്, അവരെ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ആ കുട്ടികളും പറയുന്നുണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ ഫേസ് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്തോ സംതിങ് അവിടെ ഫിഷ് കാണിക്കുന്നത് നോക്കാം എന്തായാലും ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലാസ്റ്റ് നടന്നിട്ടില്ല അവിടെ, നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ഇപ്പോൾ വീഡിയോ കിട്ടി, ഇപ്പോൾ വീഡിയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. എന്തായാലും ആൾ രക്ഷിക്കട്ടെന്ന് നമുക്കും പറയാനുള്ളത്. നമ്മളടക്കം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരട്ടെ, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവട്ടെ.